അതിർത്തി ഗ്രാമമായ പുഷ്പകണ്ഠത്തിൽ തവണ ചർച്ചയാവുന്ന വലിയ വികസന പ്രതിസന്ധികൾ തന്നെയാണ്. അടിസ്ഥാന സൗകര്യവും വിനോദസഞ്ചാരവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാവുമ്പോൾ മൂന്ന് മുന്നണികളിൽ നിന്നും പോരടിക്കുന്നത് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളുമാണ്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അതിർത്തി ഗ്രാമം തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്. ഗ്രാമത്തിൽ വികസന പ്രതിസന്ധികൾ ഏറെയാണ്. റോഡ് തന്നെയാണ് മുഖ്യ വിഷയം. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ നാട്ടുകാർ സഞ്ചരിച്ച് നടത്തും. ഇതിനോടൊപ്പം ടൂറിസവും വിഷയമാണ്. ഇതിനെല്ലാം പരിഹാരമായി സ്ഥാനാർത്ഥികൾ നിർദ്ദേശിക്കുന്ന വാഗ്ദാനങ്ങൾ ഇങ്ങനെയാണ്. LDF പരിചയസമ്പന്നനായ PK തങ്കപ്പനെ തന്നെയാണ് കളത്തിൽ ഇറക്കിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഗ്രാമീണ റോഡുകൾ എന്റെ പണികൾ പൂർത്തീകരിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ തീർച്ചയായും ഒന്നാം മുൻഗണന കൊടുക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകളും ഹൈറോഡുകളും എല്ലാം നല്ല രീതിയിൽ പണി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ. നമുക്ക് ഈ പ്രദേശത്ത് പച്ചക്കട മേഖലയിൽ വലിയ റോഡുകൾ ഒന്നുമില്ല. പച്ചക്കട ഗ്രാമപഞ്ചായത്ത് നിലയിൽ വരുന്ന 450ഓളം വീടുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ വാർഡിലുള്ള വാസയോഗ്യമല്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൂടി കൊടുക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകും. നാലുമല ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിച്ച് ഈ നാടിന്റെ സമഗ്ര വികസനത്തിൽ ഒരു നാഴികക്കല്ലായി മാറുവാനുള്ള ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് നമ്മുടെ ഈ നാലുമല കേന്ദ്രീകരിച്ചുള്ള ടൂറിസം. അവിടെ ഇപ്പൊ ഓഫ് റോഡാണ് നിലവിലുള്ളത്. ഗവൺമെന്റിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. അതിന്റെ നടപടികൾ പൂർത്തീകരിച്ച് അവിടെ ഒരു ടൂറിസം പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമവുമായി ഇതിനോടൊപ്പം തന്നെ മുന്നോട്ട് പോകും. UDF യുവത്വത്തിന്റെ കരുത്തിനെ അവതരിപ്പിച്ചാണ് ഇത്തവണ വികസന പ്രതിസന്ധികൾക്ക് മറുപടി നൽകുന്നത്. 11ാം വാർഡുകാരനായ അഡ്വക്കേറ്റ് PJ ജോമോൻ കളം നിറഞ്ഞു കഴിഞ്ഞു. വാർഡിലെ പ്രതിസന്ധികൾക്ക് ജോമോൻ നൽകുന്ന പരിഹാരങ്ങൾ ഇങ്ങനെ. പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളായിട്ട് ഞങ്ങളൊന്നും തന്നെ നൽകുന്നില്ല. നമ്മുടെ നാടിന് ഒട്ടനവധി സാധ്യതകളുള്ള ഒരു നാടാണ്. ടൂറിസം മേഖലയടക്കം കാർഷിക മേഖലയിലടക്കം. ഇവിടുത്തെ പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മേഖലകളിലും ഇന്ന് ഗതാഗത യോഗ്യമായിട്ടുള്ള ഒരു റോഡില്ലാത്തതാണ്. അതോടൊപ്പം തന്നെ കുടിവെള്ളം എത്താത്ത മേഖലകളുണ്ട്. അതോടൊപ്പം തന്നെ വാസയോഗ്യമായ ഭവനം ഇല്ലാത്തവരുണ്ട്. അതുകൊണ്ട് ആളുകളുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു പുഷ്പകണ്ഠം ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റിക്കൊണ്ട് NDAയും ശക്തനായ സ്ഥാനാർത്ഥിയെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത്. KG ആഗസ്തിയാണ് NDA സ്ഥാനാർത്ഥി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.